ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം, കേരളത്തിലെ പേരുകേട്ട മഹാഗണപതി ക്ഷേത്രം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം, കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം. നമസ്കാരം. കേരള ടെമ്പിൾസ് ഓൺ ട്രെയിൻ എന്ന സീരീസിലെ ആദ്യ എപ്പിസോഡായ തിരുവനന്തപുരം ജില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ 4 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ പത്മനാഭസ്വാമി ക്ഷേത്രം, പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം, ഈ 4 ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ക്ഷേത്രങ്ങളിലെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. 2025 ജൂൺ 3-ാം തീയതി ആയിരുന്നു നമ്മുടെ യാത്ര ആരംഭിച്ചത്. ജൂൺ 3-ാം തീയതി രാവിലെ ഒരു 11 മണിയോടുകൂടി ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്തി. ശേഷം ഇവിടെ റൂം എടുത്തതിന് ശേഷം വൈകുന്നേരമാണ് പഴവങ്ങാടിയിലേക്കും ആറ്റുകാലിലേക്കും ദർശനത്തിനായിട്ട് പോയത്. അത് കഴിഞ്ഞ് ജൂൺ 4-ാം തീയതി അടുത്ത ദിവസം രാവിലെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോയത്. അതും കഴിഞ്ഞിട്ടാണ് വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയത്. അപ്പം ഞാൻ ഇവിടെ വന്ന് എവിടെയാണ് റൂം എടുത്തത്, എവിടെയാണ് ആഹാരം കഴിച്ചത്, എത്ര രൂപ ചെലവായി, അതൊക്കെ പോകെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ. ഈ 4 ക്ഷേത്രങ്ങളെ പറ്റിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പും മറ്റു വിശേഷങ്ങളിലേക്ക് പോകും മുമ്പും നമുക്ക് ട്രെയിൻ മാർഗം ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. ട്രെയിൻ മാർഗം നമ്മൾ ഈ ഒരു 4 ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോഴും ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് തമ്പാനൂര്. ഇതേ തമ്പാനൂര് തന്നെയാണ് തിരുവനന്തപുരം KSRTC ബസ് ടെർമിനലും സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മൾ ട്രെയിൻ ഇറങ്ങി ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് KSRTC ബസ് ടെർമിനലും കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ട്രെയിൻ മാർഗം വരുവാണെങ്കിലും ബസ് മാർഗം വരുവാണെങ്കിലും തമ്പാനൂര് വന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇറങ്ങിച്ചേരാൻ സാധിക്കുന്നതാണ്. പിന്നെ ചെലവ് ചുരുക്കിക്കൊണ്ടുള്ള യാത്രയാണെങ്കിൽ നമുക്ക് ട്രെയിൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ. എൻ്റെ യാത്ര ആരംഭിച്ചത് കൊല്ലത്തു നിന്നായിരുന്നു. കൊല്ലത്തുനിന്ന് ഞാൻ കയറി വന്നത് വെറും 20 രൂപയ്ക്ക് പാസഞ്ചർ ട്രെയിനിലാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് ഞാൻ വന്ന് ഇറങ്ങിയത്. ഇവിടെ വന്നതിന് ശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മളൊരു 10 രൂപ കൊടുത്ത് ആദ്യം പോകേണ്ടത് ഈസ്റ്റ് ഫോർട്ടിലേക്കാണ്. അതായത് കിഴക്കേക്കോട്ടയിലേക്ക്. കിഴക്കേക്കോട്ടയിൽ എത്തിച്ചേർന്നാൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു 4 ക്ഷേത്രങ്ങളും നമുക്ക് സന്ദർശിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മുടെ താമസ സൗകര്യം അവിടെ അടുത്തായിട്ട് തന്നെയാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം. കിഴക്കേക്കോട്ടയിൽ നിന്നും ഒരു 750 മീറ്റർ ദൂരം മാറി നിൽക്കുമ്പോൾ അട്ടക്കുളങ്ങര എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ എത്തും. അവിടെയാണ് ഞാൻ റൂം എടുത്തത്. രമ്യ റെസിഡൻസി എന്ന് പറഞ്ഞ ഈ ഒരു റെസിഡൻസിയിലാണ് ഞാൻ റൂം എടുത്തത്. AC റൂമാണ് ഞാൻ എടുത്തത്. ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വനിതാ സെല്ലിന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ജയില് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് നോക്കിയത്. ഇവിടെ നമുക്ക് വില കുറച്ച് ഫുഡും കിട്ടും, വെള്ളവും കിട്ടും. 1 ലിറ്റർ വെള്ളത്തിന് 10 രൂപയേ ഉള്ളൂ. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കുക. ഞാൻ ഇവിടുന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേടിച്ചത്, വെള്ളവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച കടയൊക്കെ കാണിച്ചു തരാം. ഇനി റൂം കാണിക്കാം. ഇതാണ് നമ്മുടെ റൂം. 800 രൂപയാണ് ഒരാൾക്ക് ചാർജ് ആക്കിയത്. അതായത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. 800 രൂപയാണ്. AC റൂമാണ്. അത്യാവശ്യം വലിയൊരു ബെഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. AC ഉണ്ട്, TV ഉണ്ട്, ഫാൻ ഉണ്ട്, പിന്നെന്താ ഒരു അലമാരയുണ്ട്, ഇതേ കണ്ടില്ലേ. പിന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങൾ, ചെയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഹാങ്കർ ഉണ്ട് അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മളെ ഡ്രസ്സൊക്കെ ഇടാൻ. പിന്നെ അലമാരിക്കകത്ത് നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ വെക്കാം. എനിക്ക് അത്യാവശ്യം ഒരു 800 രൂപയ്ക്ക് ലാഭമായിട്ടാണ് തോന്നിയത്. ഓയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് ഞാൻ ഈ ഒരു റൂം ബുക്ക് ചെയ്തത് കേട്ടോ. OYO നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ പഴവങ്ങാടിയിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒരു 750 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ സ്റ്റേ ചെയ്ത ഈ റെസിഡൻസി കേട്ടോ. രമ്യ റെസിഡൻസി എന്ന് പറയുന്ന ഈ ഒരു റെസിഡൻസി. ഇനി ബാത്റൂം കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ വൈഡ് ക്യാമറ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് തോന്നുന്നത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അകത്തും എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർത്തായിരിക്കും കേട്ടോ ഈ ഒരു റൂം. അങ്ങനെ നമ്മൾ റൂമിൽ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ദർശനത്തിനായിട്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വളരെ അടുത്തായിട്ട് തന്നെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വലതുകാല് മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട് കേട്ടോ. വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കേരളത്തിൽ ഏറ്റവും വിപുലമായി വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റാണ് ക്ഷേത്രം നോക്കി നടത്തുന്നത്. അപ്പൊ ഈ പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ വളരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നായിരുന്നു നമ്മൾ ആഹാരവും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അത് ഞാൻ നമ്മുടെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഏത് തരം ബഡ്ജറ്റിലുള്ളവരാണെങ്കിലും നമുക്ക് എന്താ പറയുന്നത്, നമ്മളെ കൊണ്ട്
താങ്ങാൻ പറ്റുന്ന പൈസ ആവത്തുള്ളൂ, ആഹാരത്തിനാണെങ്കിലും ഇവിടെ എന്തിനാണെങ്കിലും കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത്. ഇവിടുന്ന് തന്നെ നമുക്ക് ബസ് മാർഗം ഈ പഴവങ്ങാടിയിലെ ഗണപതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ തന്നെ നമുക്ക് ബസ് മാർഗം ആറ്റുകാലും പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഓട്ടോ മാർഗം ആറ്റുകാൽ പോകാൻ സാധിക്കും. ബസ് മാർഗം നമ്മളൊരു 13 രൂപ എടുത്തു കഴിഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൊണ്ടിറക്കും. പക്ഷെ നമ്മൾ കുറച്ചിറങ്ങി നടക്കണം. ക്ഷേത്രത്തിന്റെ മുന്നിൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാറിയാണ് ബസ് സ്റ്റോപ്പ്. അതേസമയം ഓട്ടോയ്ക്കാണെങ്കിൽ നിങ്ങളെ കറക്റ്റ് ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഒരു 40 രൂപ ഇവിടുന്ന് കൊടുത്തിട്ട് നേരെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോവാണ്. വൈകിട്ട് ദീപാരാധനയൊക്കെ കണ്ടു തൊഴാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായതുകൊണ്ടെങ്കിൽ നേരത്തെ അങ്ങ് പോവുക. പഴവങ്ങാടി കയറി നമ്മുടെ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏത് ഡ്രസ് കോഡാ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ ബോർഡ് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ദർശന സമയങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് അർച്ചനകൾക്കോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കുന്നതിനൊക്കെ ആണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും വളരെ അടുത്തായിട്ട് തന്നെ ധാരാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ദർശനത്തിനായിട്ട് ആറ്റുകാലിലേക്ക് നമുക്ക് പോവാവേ. ഇതാണ് കേട്ടോ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെയാണ്, നിങ്ങളൊന്ന് നോക്കി വെച്ചേരാം. അങ്ങനെ നമ്മൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഓട്ടോ മാർഗമാണ് കേട്ടോ വന്നത്. തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നുണ്ട്. ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രാകാളിയാണ് ആറ്റുകാൽ അമ്മ എന്ന് അറിയപ്പെടുന്നത്. സാധാരണക്കാർ ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന ഇവിടുത്തെ ഭഗവതി സർവ അനുഗ്രഹദായിനിയും വിളിച്ചാൽ വിളിപ്പുറത്തുനിന്ന് എത്തുന്ന ഭഗവതിയാണ് എന്നാണ് വിശ്വാസം കേട്ടോ. നമ്മുടെ കൊടുങ്ങല്ലൂർ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല എന്ന് വിശ്വാസം. അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്നാണ് പറയപ്പെടുന്നത്. കുംഭമാസത്തിൽ, അതായത് ഇംഗ്ലീഷ് മാസം പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേർന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരലായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂല കേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. അതേപോലെ ഇന്ന് ധാരാളം ആളുകൾ സ്വന്തം വീടുകളിലും പൊങ്കാല ഇടാറുണ്ട് കേട്ടോ. കോവിഡ് നിയന്ത്രണ കാലത്ത് ഇത്തരത്തിൽ വീടുകളിൽ പൊങ്കാല നടന്നിരുന്നു. ആറ്റുകാലിൽ പൊങ്കാല ഇട്ടു പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും നടക്കുമെന്നും ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയാകുമെന്നും ഒടുവിൽ ഭഗവതിയുടെ സന്നിധിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ വന്നിറങ്ങിയ ആദ്യ ദിവസം പഴവങ്ങാടി ഗണപതി ഭഗവാന്റെ ദർശനവും ഭഗവാൻ തന്നു. ശേഷം നമ്മൾ ആറ്റുകാൽ ഭഗവതി അടുത്ത് ദർശനത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഭഗവതിയും നമുക്ക് ദർശനമൊക്കെ തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നറിയാമോ, ഒരു ഓട്ടോ പിടിച്ച് നേരെ നമ്മൾ റൂമിൽ പോവും. എന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് രാത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. രാത്രി അടിപൊളിയാണ്, ലൈറ്റ് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടെ. അപ്പോൾ ആ ഒരു ചെറിയ കാഴ്ചകളും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് വരും കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പോകെ കാണിച്ചു തരാം. വീഡിയോയുടെ അവസാനം മാത്രമേ ഞാൻ ഈ ആഹാരത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരത്തുള്ളൂ. കാരണം അതും നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ടാണ്. ആദ്യം നമുക്ക് ക്ഷേത്ര ദർശനങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആണല്ലോ മുഖ്യം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി കാഴ്ചകൾ കാണാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ആറ്റുകാലിലെ പ്രധാന അർച്ചനകളും കാര്യങ്ങളും വഴിപാടുകളും പൂജകളും ഒക്കെ ആയിട്ടൊരു ബോർഡ് ഇവിടെ വെളിയിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. സാവധാനം നിങ്ങൾ നോക്കി വായിച്ചാൽ മതി, വീഡിയോ പോസ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ. അത്യാവശ്യം എല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ക്ഷേത്ര ദർശന സമയമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ.
അങ്ങനെ നമ്മൾ രാത്രി തിരിച്ച് പഴവങ്ങാടിയിലേക്ക് വന്നിട്ടുണ്ട്. പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെ രാത്രിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിന്റെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും വളരെ അടുത്തായിട്ട് തന്നെ ഇവിടെ മഹാബോളി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ബോളി ഫേമസ് ആണ് തിരുവനന്തപുരത്ത്. മറ്റേ പാൽപ്പായസമൊക്കെ ആയിട്ട് കൂട്ടി കഴിക്കുന്ന ഒരു അടിപൊളി സംവിധാനമാണ്. ഭയങ്കര ടേസ്റ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇതേ നിങ്ങൾക്ക് കണ്ടില്ലേ, വടക്കേ നട ഇവിടുന്ന് വളരെ അടുത്തായിട്ടാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ കിഴക്കേക്കോട്ടെ വന്നിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം നാളത്തെ നമ്മുടെ വീഡിയോയിൽ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനവും അവിടുത്തെ രീതികളും ക്ഷേത്രത്തിലെ വിശേഷങ്ങളും പിന്നെ അവിടെ അടുത്തായിട്ടുള്ള മഹാബോളി എന്ന് പറയുന്ന ഒരു കടയിലെ ബോളിയും പാൽപ്പായസവും കാര്യങ്ങളും പിന്നെ നമ്മുടെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും നാളെ രാവിലെ വരുന്നത്. പിന്നെ ഞാനിന്ന് റൂമിൽ കയറിയത് 12 മണിക്കാണ് ചെക്ക് ഇൻ സമയം. നാളെ രാവിലെ 11 മണി വരെ ഉണ്ട് കേട്ടോ എനിക്ക് സമയം ചെക്കൗട്ട് ചെയ്യാൻ. അതിനാണ് 800 രൂപ. അത് ഞാൻ വീഡിയോയിൽ ആദ്യമേ പറയാൻ മറന്നുപോയതാണ്. ഇനിയിപ്പോൾ നേരെ റോഡിൽ നിന്ന് റൂമിലോട്ട് നടന്നു പോവുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ്. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ 6:30 നമ്മുടെ ദർശനം. തിരുവനന്തപുരം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മയിൽ വരുന്ന ഒരേ ഒരു കാര്യം അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. പോലീസ് സെക്യൂരിറ്റിയും ഹെവി മിലിറ്ററിയൊക്കെയുള്ള ഒരു വമ്പ സെറ്റപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുമല്ല. പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒക്കെ പാർക്കിംഗ് വെളിയിലാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. രാത്രി കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. എത്രത്തോളം നിങ്ങളത് ആസ്വദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും നല്ല കാഴ്ചയാണ്. നമ്മൾ നേരിട്ട് കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റൂൾസ് ഭയങ്കര റൂൾസ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഡ്രസ് കോഡ്. അത് ഇപ്പോൾ ജെൻസിനാണെങ്കിൽ ഷർട്ട് ഇല്ല, ബനിയൻ ഇല്ല, പാൻ്റ് ഇല്ല, ധോത്തി നമുക്ക് ഉപയോഗിക്കാം. ധോത്തി ഇവിടെ 60 രൂപ തൊട്ട് 100 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും. ഷോർട്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, ശ്രദ്ധിക്കുക. ഇനി ലേഡീസിനാണെങ്കിൽ സാരീസ് അലൗഡ് ആണ്, ഹാഫ് സാരീസ് അലൗഡ് ആണ്. പിന്നെ ടോപ്സും ലെഗിൻസും മോഡേൺ ഡ്രസ്സൊന്നും അകത്ത് പോകാൻ ഒരു വഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് പോകാൻ അങ്ങനെ ഒരു വഴിയുണ്ട്. കാരണം ഒരു മുണ്ട് വാങ്ങി അത് അതിൻ്റെ മുകളിൽ കൂടെ ഉടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിച്ച് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അതായത് ഇവിടെ ക്ലോക്ക് റൂം അടുത്തായിട്ട് തന്നെ ഉണ്ട്. പ്രൈവറ്റ് ക്ലോക്ക് റൂമും ഉണ്ട്. അല്ലാതെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെരുപ്പ് ഉൾപ്പെടെ എല്ലാം ഇവിടെ കൊടുത്തു വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. സ്മാർട്ട് വാച്ച്, ഫോൺസ്, കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. എന്തൊക്കെ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സഹിതം കാണിച്ചു തരാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ പഴനിയിൽ നിന്നും പഞ്ചാമൃതമൊക്കെ കിട്ടത്തില്ലേ, ശബരിമലയിൽ നിന്ന് അരവണയൊക്കെ കിട്ടുന്നത് പോലെ നമ്മുടെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഒരു പ്രസാദം കിട്ടും, അരവണ കണക്കത്ത. അത് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം. അകത്തുനിന്നാണ് കേട്ടോ അത് കിട്ടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് 4 എൻട്രൻസുകളാണ് ഉള്ളത്. വെസ്റ്റ് എൻട്രൻസ്, നോർത്ത് എൻട്രൻസ്, സൗത്ത് എൻട്രൻസ്, ഈസ്റ്റ് എൻട്രൻസ്. ഇതിൽ മെയിൻ എൻട്രൻസ് ഈസ്റ്റ് എൻട്രൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ വന്ന വഴി കിഴക്കേ നട. ഇനി ദർശന സമയം ഒന്ന് കേൾക്കാം. രാവിലെ 3:30 നട തുറക്കുന്നു. നിർമാല്യ ദർശനം രാവിലെ 3:30 3:30 മുതൽ 4:45 വരെയാണ് ദർശന സമയം. ശേഷം 6:30 മുതൽ 7 മണി വരെയാണ് അടുത്ത ദർശന സമയം. അത് കഴിഞ്ഞാൽ നീണ്ട 1.5 മണിക്കൂർ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 8:30 പിന്നീട് നട തുറക്കുന്നത്. 8:30 മുതൽ 10 മണിക്കാണ് വീണ്ടും ദർശന സമയം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അരമണിക്കൂർ ശേഷം, അതായത് 10:30 വീണ്ടും ദർശനക്രമം ആരംഭിക്കുന്നു. 10:30 മുതൽ 11:10 വരെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ദർശന സമയത്ത് ഒരു 10-15 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും. ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് പറഞ്ഞത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് 11:45 തൊട്ട് 12 മണി വരെ നിങ്ങൾക്ക് ദർശനത്തിനായിട്ടുണ്ട്. പിന്നെ 12 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ നോ ദർശനമാണ്. പിന്നെ വൈകുന്നേരം 5 മണി തൊട്ട് 6:15 വരെ അടുത്ത ദർശന സമയം. പിന്നെ 6:45 തൊട്ട് 7:20 വരെ അടുത്ത ദർശന സമയം. 7:20 ചിലപ്പോൾ 7:30 ആവാം. പിന്നെ നട അടയ്ക്കുകയാണ്. പിന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഫെസ്റ്റിവൽ ദിവസങ്ങളിലും ഒക്കെ ഈ ഒരു ദർശനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ എങ്ങും റൂം ബുക്ക് ചെയ്യേണ്ട, ഈ ക്ഷേത്ര സന്നിധിയിൽ എവിടെയെങ്കിലുമൊക്കെയാണ് റൂം ബുക്ക് ചെയ്യേണ്ടെങ്കിൽ തന്നെ ക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾക്ക് താമസ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്തായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോയിലെല്ലാം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ആ ഒരു റൂമിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ തിരക്കാവുന്നതാണ്. പിന്നെ ഫോൺ ഈ ഒരു പടി വരെ നമുക്ക് ഫോണും ക്യാമറയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറക്റ്റ് ഭക്തനായിട്ട് തന്നെയാണ്, ഒന്നുമില്ലാതെ ആണ് നമ്മൾ നേരെ ഭഗവാന്റെ സന്നിധിയിലേക്ക് കയറി പോകുന്നത് കേട്ടോ. അനന്തൻ
എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോടുമൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ കേട്ടോ. ബ്രഹ്മാണ്ഡമായൊരു പ്രതിഷ്ഠയാണ്, വലുതാണ്. ഇവിടെ വന്ന് ദർശനത്തിനായിട്ട് വന്നവർക്കൊക്കെ അത് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഒരിക്കൽ പോലും ഈ ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വന്നില്ലെങ്കിൽ തീർച്ചയായും വരേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ ഭഗവാന്റെ ഉഗ്രഭാവമായ തെക്കേടത്ത് നരസിംഹമൂർത്തി, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി എന്നിവർക്കും തുല്യ പ്രാധാന്യത്തോടെ പ്രതിഷ്ഠകളുണ്ട്. പിന്നെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും വേസ്റ്റ് ആവാതെ വയറ് നിറച്ച് തന്നെ കഴിക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വെളിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടുന്നതാണ് വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്ക് പോകാൻ. പിന്നെ ഇത് ഇവിടെ ഉള്ളൊരു കൊട്ടാരമാണ് കേട്ടോ, നമ്മുടെ പുത്തൻ മാളിക പാലസ്, മാർത്താണ്ഡവർമ്മ ചിത്രാലയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വിസിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 9 മണി തൊട്ട് 12:30 വരെയും 2 മണി തൊട്ട് 4:45 വരെ. എന്താണ് ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ്. റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 70 രൂപയായിരിക്കും അഡൾട്ടിന്, ഇന്ത്യൻ അഡൾട്ടിന് 70 രൂപ അതേ തന്നെ. പിന്നെ ഫോറിനേഴ്സിനാണെങ്കിൽ 200 രൂപ. എന്തായാലും നമ്മൾ ഈ ഒരു കാഴ്ചയോ കാര്യങ്ങളോ ഒന്നും കാണുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ തന്നെ ആയിട്ട് പെയ്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ബോർഡ് കണ്ടില്ലേ, ഇവിടെ വളരെ അടുത്തായിട്ട് തന്നെ അങ്ങനെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരം പേട്ടയിലെ കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം കേട്ടോ. ഇവിടെ 2 കല്ലുമൂടുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്തെ പേട്ടയിലെ കല്ലുമൂട്, അതായത് ആനയറ പോകുന്ന ബസ്സിൽ വേണം നമ്മൾ കയറാൻ. ഇവിടുന്ന് ഒരു 15 രൂപയാവും നമുക്ക് ബസ് ചാർജ് വരുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നമ്മൾ കയറി വന്ന ഗേറ്റിൻ്റെ അടുത്തുനിന്ന്, അതായത് കിഴക്കേക്കോട്ടയിൽ നിന്ന് തന്നെ നമുക്ക് ബസ് ലഭിക്കുന്നതാണ് ഈ ഒരു വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രത്തിലേക്കും കൂടെ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 3 ക്ഷേത്രങ്ങളുടെ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്നും നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും എനിക്ക് വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബോളിക്കടയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ അടുത്തായിട്ട് തന്നെ. പിന്നെ സ്പെഷ്യൽ സേവയൊക്കെ ഉണ്ട് കേട്ടോ, 500 രൂപയുടെ സ്പെഷ്യൽ എൻട്രി ഒക്കെ ഉണ്ട് ഒരു പേഴ്സണ്. അങ്ങനത്തെ ഇതാണ് ആ മഹാബോളി കട. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. 1-2 ഉണ്ട് ഇത് കണക്കത്തെ മഹാബോളി കട കേട്ടോ. അപ്പോൾ അതേ ഇവിടെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവാണ്, അതായത് ഇന്ന് തന്നെ കൊണ്ടുപോകാനാണെങ്കിൽ മാത്രമേ ഇത് കൊള്ളാവൂ. പായസം ആയതുകൊണ്ട് അടുത്ത ദിവസം വളിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, അതായത് ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കുന്നതായിരിക്കും. മസ്റ്റ് ട്രൈ സാധനമാണ്, അടിപൊളിയാണ്. പിന്നെ വേറെ കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ നിങ്ങൾ. എന്തായാലും സ്വീറ്റ്സ് കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല. നമ്മൾ ബോളിയും പായസവും മേടിച്ച് കഴിച്ചായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടുത്തെ ഫേമസ് സാധനമാണ് ഈ ഒരു ബോളി പായസവും കാര്യങ്ങളും ഒക്കെ. അപ്പം നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ ആണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ് കയറി നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഴക്കേ നടയുടെ ആ ഒരു ഇത് കാണാൻ സാധിക്കും. നമ്മളിത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ബസ് കയറിയത്. 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വേണം നമുക്ക് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം ഒരു 20-25 മിനിറ്റിനകം നമ്മളിങ്ങ് എത്തി കേട്ടോ. ഇവിടെ ക്ഷേത്രത്തിലേക്കുള്ള ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലൊരു വാരാഹി ക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രമാണ് എവിടെ, നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തിരുവനന്തപുരം പേട്ടയിലെ കല്ലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ആ കിഴക്കേക്കോട്ടയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബസ് കിട്ടും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ. ആനയറ പോകുന്ന ബസ്സോ അല്ലെങ്കിൽ കല്ലുമൂട് പോകുന്ന ബസ്സെന്നോ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടത്തേക്ക് വന്ന് എത്തിച്ചേരാവുന്നതാണ്. ഇതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ പൂജാ സമയവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. ഈ ക്ഷേത്രത്തിലെ പഞ്ചമി ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സർവ്വ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ആദിമ കുലദൈവമാണ് വാരാഹി ദേവി. സകല ദോഷങ്ങളെയും രോഗങ്ങളെയും ആദിവ്യാധികളെയും തടയുന്ന ഭഗവതി. വാക്കാകുന്ന ശക്തിയായും ഊർജമായും വിദ്യയായും ജ്ഞാനോദയത്തിന് കാരണമായും വാഴ്ത്തപ്പെടുന്ന ഭഗവതിയാണ് വാരാഹി ദേവി. ഈ ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ ഒന്ന് അറിയിക്കണേ. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഷർട്ടോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ദർശനത്തിനായിട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഉപദേവതകളായിട്ട് നമ്മുടെ മഹാഗണപതി ഭഗവാനുണ്ട്, പിന്നെ നാഗദൈവങ്ങളുണ്ട്, ശാസ്താവുണ്ട്, അതേപോലെ ചാമുണ്ടേശ്വരി, വനദുർഗ, കാളി ഭഗവതി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ ഭഗവതിയുടെ വാരാഹി ദേവിയുടെ സന്നിധിയിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യം നമ്മൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ദുർഗാ ഭഗവതിയെ തൊഴുത് വലം വെച്ച് വരുമ്പോൾ മഹാഗണപതി ഭഗവാനെ കാണാൻ സാധിക്കും. മഹാഗണപതി ഭഗവാനെ നമ്മൾ തൊഴുത് വലം വെച്ച് വരുന്നതിന് ശേഷമാണ് നമ്മൾ വാരാഹി പഞ്ചമി ദേവിയുടെ സന്നിധിയിലേക്ക് എത്തുന്നത്. അടിപൊളി ഒരു ക്ഷേത്രമാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ വാരാഹി പഞ്ചമി ദേവി ക്ഷേത്രം.
ഈ ഒരു വീഡിയോയിൽ ഈ ഒരു 4 ക്ഷേത്രങ്ങൾ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഞാൻ ഉൾപ്പെടുത്തിയതും വ്ലോഗ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചതും. ഇനി നിങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അതെന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കാസർഗോഡ് വരെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ട്രെയിൻ മാർഗം പോയി വ്ലോഗ് ചെയ്യുക എന്നാണ് നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് കേട്ടോ. തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഒരു ക്ഷേത്ര ദർശനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് തിരിച്ച് റൂമിലോട്ടാണ്. ഇനി തിരിച്ച് റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എവിടെയാണ് ആഹാരം കഴിച്ചത് എന്ന സ്പോട്ട് കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, നിങ്ങളിത് കണ്ടില്ലേ, പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ക്രോസ് ചെയ്ത് വരുമ്പോൾ ആദ്യം ഉള്ളത് ഹോട്ടൽ അന്നപൂർണ, പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അത്യാവശ്യം കയ്യിൽ ഫണ്ടൊക്കെ ഉള്ളവർക്ക് ഇവിടെ കയറാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫണ്ടൊക്കെ ആവും. അടിപൊളി ഹോട്ടലാണ്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ആകാശ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് വെജും നോൺ വെജും ആണ്. അത്യാവശ്യം നല്ല ഫുഡാണ്. എന്നാൽ ഞാൻ കഴിച്ചത് നമ്മൾ പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒന്നും ആയതുകൊണ്ട് ടിഫിൻ സെൻറ്റർ ഉണ്ടോ, ശ്രീമധുരം എന്ന് പറയുന്ന അടിപൊളി വെജിറ്റേറിയൻ ഫുഡാണ്. നല്ല ചൂട് ദോശയും വടയും സാമ്പാറും ഒക്കെ നമുക്ക് നല്ല കിടിലമായിട്ട് കിട്ടും. വില കുറച്ച് അത്യാവശ്യം ഒരു 70 രൂപയൊക്കെ ഉണ്ടെങ്കിൽ സബ്കുശാൽ ടീക്കയാണ്. അടിപൊളിയായിട്ട് കഴിച്ചിറങ്ങാം നമുക്ക്. പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനമില്ല, ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫുഡും കാര്യങ്ങളും സ്പോട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞു, റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇനി കൊല്ലം ജില്ലയിലുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിലും അതും എന്നെ കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക. തീർച്ചയായും ഞാൻ ചെയ്യുന്നതാണ്. കൊല്ലം പിന്നെ എൻ്റെ സ്ഥലമായതുകൊണ്ട് ഞാൻ 1-2 ക്ഷേത്രങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്, അതെന്തായാലും ചെയ്യാം. അപ്പോൾ മറ്റുള്ള ജില്ലക്കാർ അവരുടെ ജില്ലയിലുള്ള ക്ഷേത്രങ്ങളെ പറ്റി പറഞ്ഞു പോകാതിരിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ബൈ 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 ബൈ.